ഒന്നാം ഭാര്യ, രണ്ടാം ഭാര്യ, മൂന്നാം ഭാര്യ. ഒന്നാം ഭാര്യ ഞാൻ ഒന്നാം ഭാര്യയായിട്ട് വന്നത്. പക്ഷേ പതുക്കെ എനിക്ക് മനസ്സിലായി ഈ പുള്ളി ചില്ലറക്കാരന് 2-3 ഭാര്യമാർ വേറെയുണ്ട്. അപ്പം എനിക്ക് ഞാൻ പയ്യെ ആലോചിച്ചപ്പോൾ എനിക്ക് സമയം തരുന്നില്ല, എന്നോട് സംസാരിക്കില്ല. വല്ലയിടത്തൊക്കെ കൊണ്ടുപോകും കേട്ടോ, പ്രോഗ്രാമിന് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടിരുത്തും. പക്ഷെ ഒന്നും മിണ്ടത്തുമില്ല. ട്രെയിനെ പോലെ കൊണ്ട് മിണ്ടാമടം പോലെ, കാറെ പോലെ മിണ്ടാമടം പോലെ, നമുക്ക് ഒന്നും സംസാരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നാം ഭാര്യയായിട്ട് പുതുപ്പള്ളിക്കാരാണ്. എന്നോട് പറയും, ഞാൻ പരിഭവം പറയും എൻ്റെ ഭാവയെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഒന്നാം ഭാര്യ പുതുപ്പള്ളി. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കേരളം മൊത്തം നടക്കും. അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ഇന്ന് ആരും കോൺഗ്രസ്സുകാരുടെ അവരില്ല, അവിടെ ബന്ധുക്കൾ ആരും മരിക്കല്ലേ, ഈ പുള്ളി ഉടനെ പോവും, എല്ലായിടത്തും പോവും, എല്ലാ കല്യാണങ്ങൾക്കും എല്ലാം. അത് ഇന്നാട് ഇല്ലോ മരിച്ചാലും പോവും. കോൺഗ്രസ് പാർട്ടിക്കാരുടെ ആണെങ്കിൽ ഇല്ലോ മരിച്ചവർ പോവും. പുതുപ്പള്ളി പിന്നെ പോട്ടെ, നമുക്ക് അറിയാം പുതുപ്പള്ളി കോൺസ്റ്റിറ്റ്യൂൻസി ആയിട്ടുള്ള കുഞ്ഞെടുക്കും. അപ്പം രണ്ടാം ഭാര്യയായിട്ട് മലയാളികൾ മൊത്തം കേരളം മാറി. മൂന്നാമത്തെ ഭാര്യ എന്ന് വെച്ചാൽ പാർട്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് മൂന്നാം ഭാര്യ. പിന്നെ ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ ചേർന്ന് ചെയ്യേണ്ട, ആരാ ചെയ്യേണ്ടത്? നാലാം ഭാര്യയായി ഞാൻ. അത് ഉമ്മൻചാണ്ടി ഒരിക്കലും സമയം ഒരിക്കലും തന്നിട്ടില്ല. ഞാനാണെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, രാഷ്ട്രീയക്കാരില്ലാത്ത ഒരു കുടുംബം. അപ്പോൾ എനിക്ക് അന്ന് ചെറുപ്പമാണ്, നമുക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എൻ്റെ കസിൻസൊക്കെ ജോലി ചെയ്യുന്നവർ. അപ്പം ജോലി കഴിഞ്ഞ് ഒരു 5 മണിക്കോ 6 മണിക്കോ വീട്ടിൽ വന്നു, പിന്നെ കുറച്ച് നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തു, ഒരു ശാന്തമായ ലൈഫ്. അതിൻ്റെ അപ്പുറം എനിക്ക് അങ്ങോട്ട് ചിന്തിച്ചൊക്കെയുള്ള ബുദ്ധിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. എനിക്കാരും പറഞ്ഞു തന്നതുമില്ല, ഉമ്മൻചാണ്ടിയും പറഞ്ഞു തന്നില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ വല്ലാതെ മടുത്തെന്ന് വെച്ചാൽ ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. വന്നാൽ ഫുൾ ടൈം ഫോണ്, ഭക്ഷണം കഴിക്കുന്ന ഫോണും ആളുമായിട്ട് അന്ന് ഒരു 5-6 പേര് എപ്പോഴും കാണും. എന്ന് പറയുമ്പോൾ മന്ത്രിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം എനിക്ക് മന്ത്രിയുടെ പൊസിഷനും എനിക്കൊരു എന്നെ അഫക്റ്റ് ചെയ്യില്ല. മന്ത്രി ആയാലിപ്പം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, കരുണാകരൻ മന്ത്രിസഭയില്ല, പിന്നെ കരുണാകരൻ സാറ് രാജിവെച്ചല്ലോ, നാളെ ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിസ്ഥാനം വോട്ട് ഉമ്മൻചാണ്ടി അപ്പോൾ പറഞ്ഞു, ഞാൻ അന്തം വിട്ടുപോയി ബാബേ, അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ പറയത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാജിവെക്കും കുഞ്ഞെ, വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പുള്ളിയെ. എനിക്ക് ഒരു കുടുംബം ഞാൻ പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല, എനിക്കതുപോലെ ഭയങ്കര സഹിക്കാൻ മേലായിരുന്നു.